ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് വിചാരിച്ചു ഒന്ന് ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാലോ. കുറേ നാളായി ഗാർഡൻ ക്ലീൻ ചെയ്യാത്തത്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുശാലായിട്ടുള്ള ക്ലീനിങ് നടക്കുമേ, പക്ഷെ പിന്നെ ഒന്നും ശ്രദ്ധിക്കില്ല. അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എപ്പം നിലനിൽക്കും. ഇത് പക്ഷേ ആഴ്ചക്ക് സംക്രാന്തിക്ക് മാത്രമേ ആ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ചെയ്യുമ്പോൾ എട്ടിൻ്റെ പണിയും കിട്ടും. അത്രയും കച്ചറ കയറിയിട്ടുണ്ടാവും. അപ്പം ഇന്ന് ഈ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ അപ്പുറത്തെ ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒന്നുമില്ല, ഉള്ളിൽ നല്ല കാട്ടമുണ്ട്. കാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവുണ്ട്. മാവിൻ്റെ ഫുൾ ചപ്പിലയും വീണിട്ട് ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം അടിച്ചെടുക്കണം. അപ്പം ഞാൻ അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ കാട്ടുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അങ്ങോട്ട് അടിച്ചാക്കാമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് അടിച്ചിട്ട് പുറത്തേക്ക് കളയാനാണ്. പക്ഷേ അവിടെ എത്തിയതാണ് എനിക്ക് ബോധം വന്നത്, അപ്പുറത്തെ ഭാഗം ഞാൻ അടിച്ച് വൃത്തിയാക്കിയതാണല്ലോ എന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അപ്പുറത്തേക്ക് അടിച്ചിട്ട് ഇനി ആദ്യം അവിടെ വൃത്തിയാക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആദ്യമേ പോയി ഇപ്പുറത്തെ സൈഡിലേക്കാക്കി. എന്നെക്കൊണ്ട് വയ്യ, എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഇതിപ്പം വൃത്തിയാക്കിയത് ഇനി അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം തന്നെ ഒരുപാടുണ്ട് അടിക്കാൻ. പിന്നെ നമ്മളെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും പണി തരും. ആ പണി തരുന്നത് മാത്രമല്ല, അതുകൂടാതെ കോഴികളതായ രീതിയിലുള്ള പണിയും നല്ല രീതിയിൽ തരുന്നുണ്ട്. അടിച്ചു കൂട്ടുന്നത് തെച്ചും ചതക്കി ഒരു വിധമാക്കി തരുന്നുണ്ട്. അപ്പം ഇതിപ്പം ഇന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ടായിരുന്നു. കാരണം കോഴികളെല്ലാം നെറ്റിൻ്റെ ഉള്ളിൽ കൂട്ടിയ സമയത്ത് ഇപ്പം കോഴികൾ പുറത്തായതുകൊണ്ട് തന്നെ എത്ര വൃത്തിയാക്കിയാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അങ്ങനെ മെനക്കാടില്ല. അപ്പോൾ ഇന്ന് തോന്നി ഇതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് വൃത്തിയാക്കിയ അപ്പുറത്തെ സൈഡിലത്തെ ഗാർഡൻ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നാളെ ഞാൻ ക്ലീൻ ചെയ്ത് അത് കാണിച്ചു തരാം. അത്രക്കും വൃത്തികേടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കോഴികളെല്ലാം കൂടെ ഇങ്ങനെ ഇലയും ഇങ്ങനെ മണ്ണും എല്ലാം കൂടി ഇങ്ങനെ മാന്തി ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെടികളുടെ മേലെല്ലാം കയറിയിരുന്ന് ചെടികളൊക്കെ നാശം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം, നല്ല പണിയുണ്ട്. ഇതിപ്പം ഒരു 5 മണി ആവുന്ന സമയത്ത് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആടെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവില്ല, അത്രയും പണിയുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്ക് ഗാർഡനിൽ കയറിയിട്ട് ഇങ്ങനെ എൻ്റേതായ രീതിയിൽ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ വൃത്തിയാക്കുകയും മണ്ണിലിങ്ങനെ കളിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കാരണം അത്രയും മനസ്സ് ഒരു ഫ്രീ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിലിറങ്ങി കളിക്കുന്നവർക്കറിയാം അത് എത്രത്തോളം രസമുള്ള പരിപാടിയാണെന്ന്. കാരണം അത്രയും ഹാപ്പി ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നായി പോയി കിടന്നിട്ട് ഇങ്ങനെ മാന്തി കുയ്യാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുയ്യെല്ലാം ഞാൻ ഉറപ്പിച്ച് കൊടുക്കുവാണ്. ഞാൻ നിന്ന് ചവിട്ടി ഉറപ്പിക്കുന്നുണ്ട്. എത്രത്തോളം സെറ്റായിന്നൊന്നും അറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അമർത്തി ചവിട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പം കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ജിമ്മി മാന്തിയോണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ കല്ലുകളെല്ലാം ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ പക്ഷേ ഇത് കരിയിലൊന്നും വെറുതെ കളയുന്നില്ല. ഇത് ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞ് വാഴയുണ്ട്. അപ്പോൾ ആ വാഴ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് വളമാവുമല്ലോ. പിന്നെ ചുട്ട് പൊള്ളുന്ന വെയിലിന് ഒരു വാഴപ്പടത്തിന് കുറച്ചൊരു തണുപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണേ. ഈ കരിയിലയും ഈ മണ്ണും കല്ലും എല്ലാം കൂടെ വാരിയപ്പം കുറച്ച് ബുദ്ധിമുട്ടി. എന്തൊക്കെയോ അഭ്യാസം കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. കാരണം അപ്പുറം ചെടി ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പം ആദ്യം ഞാൻ അതിനെ കൊണ്ട് എടുക്കാൻ നോക്കി. പക്ഷേ നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അത് ആ സാധനം അവിടെ ഉപേക്ഷിച്ച് പിന്നെ
മാച്ചിയും കടങ്ങാടി എടുത്തിട്ട് വാരാൻ വെച്ചു. അത് വാരാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ആ ശ്രമവും നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പോയി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയി. പിന്നെ വെച്ചാൽ അത് അടക്കിടക്കില്ല, മാച്ച് അടക്കിടക്ക് നമ്മൾ കൈ നല്ല രീതിയിൽ കൈ ഉണ്ടല്ലോ, കൈ കൊണ്ട് തട്ടവി അങ്ങോട്ട് എടുത്ത് അപ്പം മണ്ണും എല്ലാം വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മണ്ണും കല്ലും എല്ലാം ഞാൻ വാഴയിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. വാഴയുടെ ചുവട്ടിലാണ് കൊണ്ടിട്ടത്, വാഴയിലല്ല. അപ്പം അത് കൊണ്ടിട്ടത് കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കണമായിരുന്നു. ചുറ്റും കോഴികൾ ഇങ്ങനെ ചെകഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മണ്ണും എല്ലാം കൂടി ഒന്ന് കൂട്ടി കൊടുക്കാമെന്ന് വെച്ച് ഞാൻ അത് ചെയ്യായിരുന്നു. ഭയങ്കര പൊടിയാണ്, ഞാൻ വെള്ളം അടിക്കണത്രേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി പാറുന്നുണ്ടായിരുന്നു. വേഗം അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾ കളിക്കുന്ന ആ ഊഞ്ഞാലിൻ്റെ അടുത്ത് കുറച്ചും കൂടെ നല്ല സെറ്റപ്പ് ആക്കി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ചെറിയൊരു എന്താ പറയുക, ആമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈൻഡിലുണ്ട്. അത് എങ്ങനെയാണ് ആക്കുക ഒന്നും അറിയില്ല. അപ്പം ഏതായാലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതെന്തായാലും ഞാൻ ചെയ്യുന്നില്ലത് ഉറപ്പാണ്. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാവണ്ടേ. അപ്പം ഞാനവിടെ നല്ല ഭംഗിയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വൈകാതെ തന്നെ ഞാനത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചെടികളൊക്കെ നല്ല രീതിയിൽ വാടി ഉണങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ വെയിലല്ലേ. അപ്പം എല്ലാം സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉള്ളിലെ കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കുക മാത്രം മതി. ഇതിപ്പം മടുത്ത് കഴിഞ്ഞിട്ടുള്ള പണിയാണ്, മടുത്തു പോയി. കാരണം കാണാൻ അത്രയും ഇല്ലെങ്കിലും മുറ്റമൊക്കെ അടിച്ചിട്ടായിരുന്നു ഈ പണിക്ക് കഴിഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി നടണമെന്നുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു ചെടി കുറേ ദിവസമായി വിചാരിക്കുന്നത് അത് മാറ്റി നടണം. എല്ലാം കൂടി അതിൽ നിന്ന് തിങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഇതൊന്നും മാറ്റി നട്ടില്ലെങ്കിൽ അത് ഉഷാറാവില്ല. കണ്ടില്ലേ, ക്യാമറാമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തല കാണുന്നില്ല, ഒന്നും വിചാരിക്കേണ്ട. അപ്പം ഞാനത് ആ ഒരു കവറിലേക്കൊന്ന് നട്ട് വെക്കുന്നുണ്ട്, എങ്കിൽ മാത്രമേ അത് കുറച്ച് നല്ല രീതിയിൽ ഉഷാറായി വരുള്ളൂ. കാരണം ഒരു ചട്ടിയിൽ തന്നെ 3-4 ചെടികളാണ് നട്ടിട്ടുള്ളത്. കാരണം ഉഷാറാവുമ്പം മാറ്റി നടാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ആ സമയത്ത് പൊന്നൂസ് ഫുൾ സൈക്കിളിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു കുറച്ച് നേരം വെള്ളം അടിക്കാൻ സഹായിക്കണേ. അമ്മ പോയാടുന്ന് എന്നെ കൊണ്ടൊന്നും ആവില്ല വെള്ളമടിക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയണ്ട, ഒന്നും പറയാതെ വെള്ളമടിക്കും ആവശ്യമില്ലാത്ത സമയത്ത്. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ ആർക്കും ആവില്ല. അപ്പം ഇത് കണ്ടില്ലേ എൻ്റെ പഴയ ഗാർഡനല്ല, കുറച്ച് നാൾ മുന്നേ സെറ്റ് ചെയ്തതാണ്. എന്ത് രസമല്ലേ ഈ വൈകുന്നേരം ഇങ്ങനെ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് അസ്തമയ സമയത്തെ സൂര്യൻ. കണ്ടില്ലേ, അങ്ങനെ മാള് വരുന്നുണ്ട്. അപ്പം മക്കൾസ് ഇതാ രണ്ടാളും കൂടെ സൈക്കിളിൽ. പൊന്നുവിനോട് കുറേ നേരമായി മിന്നുമണി പറയുന്നത്, ഏച്ചി എന്നെ ഒന്ന് കയറ്റുമെന്ന്. അപ്പം പൊന്നു ഭയങ്കര അഹങ്കാരം കളിച്ചിട്ട് ഇല്ല നിന്നെ കയറ്റൂല എന്നാണ് പറഞ്ഞ് ഇപ്പം അനിയത്തിയും ഏച്ചിയും കൂടെ ഇപ്പം സൈക്കിളിൽ ഇതാ സവാരി നടത്തുന്നുണ്ട്.
പൊന്നും മിന്നും കൂടെ അമ്മ റോഡുമ്മലേക്ക് വന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് റോഡുമ്മലേക്ക് പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹായ് ഗൈസ് എന്നൊക്കെ. അപ്പം അമ്പലത്തിൽ പാട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇടാത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.